നാനാജാതി മതത്തിൽപ്പെട്ട മനുഷ്യരോടും മനുഷ്യൻ്റെ സാമൂഹ്യ വികാരങ്ങളോടും സാമൂഹ്യ പ്രശ്നങ്ങളോടും പ്രതിഫലേച്ഛയില്ലാതെ തലമുറകളായി ചേർന്നൊഴുകുന്ന ഒരു മനോഹരമായ നദി പോലെയുള്ള ബന്ധമാണ് പാണക്കാട് കുടുംബവും കേരള സമൂഹവുമായിട്ടുള്ളത്. അതിൻ്റെ ഒരു നേർക്കാഴ്ചയായിരുന്നു കഴിഞ്ഞ ദിവസം കുറ്റിപ്പുറത്ത് ഒലീവ് ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് നടന്ന അബ്ബാസ് അലി തങ്ങളുടെ മകൻ്റെ വിവാഹ ചടങ്ങ്. സാധാരണ വിവാഹങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു റേഞ്ചിലുള്ള ആളുകൾ അല്ലെങ്കിൽ സവിശേഷമായ മറ്റു ചില രീതികളിലുള്ള ആളുകൾ എന്നൊക്കെ പറയുന്ന മേൽവിലാസത്തിൽ അതിനെയൊക്കെ ഒരു വ്യത്യസ്തമായ കമ്പാർട്ട്മെൻറ്റുകളാക്കി തിരിച്ച് VIP കൾ, VVIP കൾ, നോർമൽ, അബ്നോർമൽ എന്നൊക്കെ പറയാവുന്ന അതിർവരമ്പുകളൊക്കെ കിട്ടി അങ്ങനെയൊക്കെയായി വൈവിധ്യപൂർണമായ സംഗതികളിൽ ഇങ്ങനെ ഇത്തരം ചടങ്ങുകൾ സംഘടിപ്പിക്കുമ്പോൾ തുറന്നിട്ടൊരിക്കലും അടച്ചിട്ടില്ലാത്ത ഗേറ്റ് എന്ന പ്രത്യേകതയുള്ള പാണക്കാട് കുടുംബത്തിൻ്റെ ആ മനോഹരമായ അതിൻ്റെ തുടർച്ച എല്ലാ അർത്ഥത്തിലും തുറന്നിട്ടിരിക്കുന്ന ഹൃദയവാതിലുകളിലൂടെ ഒരു ജനസമൂഹത്തിന് ആകെ സ്വാഗതം എന്ന് വിളിച്ചോതി നടന്ന ഒരു ചടങ്ങിനാണ് ഞാനും കുറച്ചു സമയം പങ്കെടുത്തത് സാക്ഷിയായത്. സാദിഖ് അലി തങ്ങൾ ക്ഷണിച്ച് അവിടെ എത്തുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് വളരെ സവിശേഷമായ കൃത്യമായി നിർവചിക്കപ്പെട്ട ഒരു സംഗതികളുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന എന്തോ ഒരു കാര്യമായാണ് കരുതിപ്പോകുന്നത്. അബ്ബാസ് അലി തങ്ങളുമായി എനിക്ക് അത്രമേൽ ബന്ധമൊന്നുമില്ല. കേട്ടിട്ടുണ്ടെന്ന് മാത്രമല്ല, ഈ ഹൈദരലി തങ്ങളുടെ ആ പറയുന്ന ഒരു തുടർച്ചയിൽ ശാന്തതയിലും നിശബ്ദതയിലും തീർത്ത വളരെ മനോഹരമായ കാമ്പും കരുത്തുമുള്ള വിശ്വാസത്തിൻ്റെ അടയാളമായിട്ടാണ് എന്നോട് പറഞ്ഞു പരിചയപ്പെടുത്തിയിട്ടുള്ള പലരും എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും അത്തരം ഒരു മനുഷ്യൻ്റെ മകൻ്റെ കല്യാണ ചടങ്ങിൽ പങ്കെടുക്കുക എന്നത് ഏറെ സന്തോഷകരമായിരുന്നു. സംഗതി അവിടെ ചെന്നപ്പോഴല്ലേ ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നൂറ്റാണ്ടുകളുടെ പാരമ്പര്യങ്ങളുടെ തുടർച്ചയായി ഹൃദയത്തിൽ സ്നേഹവും വിശ്വാസവും ആർജിച്ച ഒരു ജനസമൂഹം ഒന്നായി ഒഴുകിയെത്തുന്ന ഒരു ചടങ്ങാണ് കണ്ടത്. കിലോമീറ്ററുകളോളം വാഹനങ്ങളുടെ നീണ്ട നിരയിൽ ഒരു പരിഭവവും പരാതിയുമില്ലാതെ സന്തോഷത്തോടെ ഊർജ്ജസ്വലമായി വിവിധ ജാതിയിലും മതത്തിലും പെട്ട മനുഷ്യർ ഓടിയും നടന്നും ആ ചടങ്ങിൻ്റെ വേദിയിലേക്കെത്തുമ്പോൾ അവിടെയും ഒരു വലിയ ജനസഞ്ചയമാണ്. പക്ഷേ ആ ജനസഞ്ചയത്തിന് നടുവിലും വളരെ ലളിതമായ പുഞ്ചിരിയോടെ ഭാവവ്യത്യാസങ്ങളില്ലാതെ ആളുകളുടെ വലിപ്പച്ചെറുപ്പം നോക്കാതെ എല്ലാവരെയും സ്വീകരിക്കാനായി മുനവ്വർ അലി തങ്ങൾ അടക്കമുള്ളവർ അതിൻ്റെ കവാടം മുതൽ അങ്ങട് കാത്തു നിൽക്കുന്നത് പോലെ, അല്ലെങ്കിൽ ആ സ്നേഹം പങ്കുവെക്കാൻ എത്തുന്നത് പോലെയുള്ള ഒരു മനോഹരമായ സ്വീകരണം. കേരളത്തിൻ്റെ ഒരു പരിച്ഛേദം തന്നെ അവിടെ യഥാർത്ഥത്തിലുണ്ടായിരുന്നു. നമ്മുടെ ഗുരുരത്നം ജ്ഞാനതപസ്യ എന്ന എൻ്റെ പ്രിയപ്പെട്ട, എനിക്ക് ഒരുപാട് ഇഷ്ടവും സ്നേഹവുമുള്ള സ്വാമിജി, നിരവധിയായ മന്ത്രിമാർ, കുഞ്ഞാപ്പ, KM ഷാജി, N ശംസുദ്ദീൻ അടക്കമുള്ള ഒരു കൂട്ടം മന്ത്രിമാർ, MLA മാർ, PK ഫിറോസിനെ പോലെ, സമീറിനെ പോലെയൊക്കെയുള്ള ഒരുപാട് MLA മാർ, ഞാൻ പേര് പറഞ്ഞാൽ ചിലപ്പം വിട്ടുപോകും. പിന്നെ വിവിധ പാർട്ടികളുടെ നേതാക്കൾ, മന്ത്രിമാർ, AP അനിൽകുമാർ സാറൊക്കെ ഉച്ചഭക്ഷണത്തിന് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അടക്കമുള്ള ധാരാളം ആളുകൾ
പിന്നെ BJPയുടെ AN രാധാകൃഷ്ണൻ സാറ്, പട്ടാഭിരാമൻ സാറ്, പിന്നെ അങ്ങനെ അടക്കം ഞാനിങ്ങനെ എണ്ണി പറയാനാവില്ല. ഞാൻ അവിടെ ഇരുന്ന് നോക്കിയപ്പോൾ കണ്ടത് ഈ പറയുന്ന ഒരു സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം ഒന്നായാണ് കണ്ടത്. പിന്നെ അതിനേക്കാൾ വലിയൊരു പ്രത്യേകത, ഏതാണ്ട് 12,000-ഓളം ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഭക്ഷണം ക്രമീകരിച്ച ഓറഞ്ച് കാറ്ററിംഗ് എന്നോ മറ്റോ പറയുന്ന ഒരു കാറ്ററിംഗ് ഏജൻസിയാണെന്നാണ് എന്നോട് മുനവറലി തങ്ങൾ പറഞ്ഞത്. ഞാൻ ചോദിച്ചു ഇതെങ്ങനെയാണ് ഇത്രയും, കാരണം 10,000, 2,000, 3,000 പേർ വന്നാൽ ഭയങ്കര ആശയക്കുഴപ്പവും ക്യൂവും ഇടിയും ഒക്കെ ഉണ്ടാവുന്നിടത്ത് മൈക്കിലൂടെ എല്ലാവരും കഴിച്ചിട്ടേ പോകാവൂ എന്ന് അനൗൺസ് ചെയ്യുകയാണ്. അതും മലബാറിൻ്റെ വിഭവങ്ങൾ വളരെ ഭംഗിയായി ക്രമീകരിച്ച് ആളുകൾ ആരും ക്യൂവിലോ നിൽക്കുകയോ ഇരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഭക്ഷണ ഹാളിലേക്ക് കയറിയാൽ ഏതാണ്ട് 2 മിനിറ്റിനകം നിങ്ങൾക്ക് സീറ്റ് ലഭ്യമാണ്. അത്തരത്തിൽ ക്രമീകരിച്ച് എല്ലാവർക്കും ഭക്ഷണം നൽകി, എല്ലാവരെയും കണ്ട്, എല്ലാവരോടും സംസാരിച്ച്, എല്ലാവരോടും പുഞ്ചിരിച്ച് ചേർത്ത് പിടിച്ചൊരു മനോഹരമായ വിവാഹം. അതെ, വിവാഹം ലളിതമാക്കുമ്പോഴും മനുഷ്യബന്ധങ്ങളുടെ തുടർച്ചകളിൽ ചില സവിശേഷമായ സ്ഥാനങ്ങളിൽ എത്തിയിരിക്കുന്നവർക്ക് അങ്ങനെ ലളിതമാക്കി ഒറ്റപ്പെട്ട അപ്രത്യക്ഷരാകണോ, അതോ പൊതുസമൂഹത്തിലെ എല്ലാവരോടുമൊപ്പം മറ്റൊരാഡംബരങ്ങളുമില്ലാതെ സ്നേഹത്തിൻ്റെ ആഡംബരം മാത്രം പങ്കുവെച്ച് പുഞ്ചിരി സമ്മാനമായി നൽകി തിരിച്ചു പോകുന്നവർക്ക് നിറഞ്ഞ മനസ്സോടെ ആ സ്വീകരണത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് പോകാൻ കഴിയുന്നു എന്നുള്ളത് ഒരു ചടങ്ങിൻ്റെ പ്രത്യേകതയാണ്. നമ്മളൊരു കടൽ തീരത്ത് പോയി നിന്ന് കടലിനെ നോക്കി അതിലെ കാറ്റുകൊണ്ട് അതിലെ തിരകളിൽ ചിലപ്പോൾ കാലുകൾ നനച്ച് സന്തോഷമായി മടങ്ങുന്നത് പോലെ സ്നേഹത്തിരകൾ തീർത്ത ആ പാണക്കാട് കുടുംബത്തിൻ്റെ ഒരു പാരമ്പര്യം ഒന്നായി ചേർന്ന് നിന്ന ആ സാന്നിധ്യത്തിൽ നിന്ന് അവിടെ എത്തി മടങ്ങുന്നവർ നിറഞ്ഞ സന്തോഷത്തോടെയാകും എന്നെപ്പോലെ എല്ലാവരും മടങ്ങിയിട്ടുണ്ടാവുക. ഏതായാലും അത് വളരെ ഗംഭീരവും ഭംഗിയുമാർന്ന ചടങ്ങായിരുന്നു.